RS പുര എന്നീ ഭാഗങ്ങളിൽ ഉണ്ട്. അതിന്റെ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്, അതാണ് കാണുന്നത്. മനു, എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുന്നുണ്ടോ? BSFിനോട് ശക്തമായി തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ആക്രമണം ഏറെക്കുറെ ഇന്ത്യ പ്രതീക്ഷിച്ചതാണ് എന്നുകൂടിയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായി BSF ആദ്യഘട്ടം തന്നെ ഒരു അനുമതിക്ക് പോലും കാത്തു നിൽക്കാതെ ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം നേരത്തെ ഇന്ത്യ കണക്കുകൂട്ടി പ്രതീക്ഷിച്ചു വെച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പിന്നീട് ഈ ഒരു ഉന്നത തലത്തിൽ ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടും അതിൻ്റെ വയലേഷൻ അപ്പുറത്ത് നടക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന ഒരു ആലോചന ഉണ്ടായില്ല. കൃത്യമായി തിരിച്ചടിക്കുക എന്ന നിലപാടാണ് സൈന്യം സ്വീകരിക്കുന്നത്. BSFിനോടും കൃത്യമായി തിരിച്ചടിക്കാൻ, ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ, പരമാവധി ശക്തിയോടുകൂടി തന്നെ തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും രാജ്യം ഇത് പ്രതീക്ഷിച്ചതാണ് എന്നാണ് വ്യക്തമാകുന്നത്. പല കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് ഒരു സ്ഥലത്തുണ്ടായ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. LOCക്ക് മറുവശത്ത് നിന്ന് പല കേന്ദ്രങ്ങളിൽ നിന്ന് വെടിയുതിർക്കുന്നു. ഈ ഘട്ടത്തിലാണ് അതിനെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കാൻ BSFന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ശ്രീനഗറിന് സമീപത്തും ശബ്ദങ്ങൾ കേൾക്കുന്നു, എക്സ്പ്ലോഷൻ നടക്കുന്നു എന്ന് ഒമർ അബ്ദുള്ള പറയുന്നു. ശ്രീനഗറിന് സമീപത്ത് എക്സ്പ്ലോഷൻസ് നടക്കുന്ന ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്യുന്നു. സക്സസ്ഫുള്ളായ ഒരു സീസ് ഫയർ നടന്നു എന്ന് കാണുന്നിടത്ത് എന്ന് വിശ്വസിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് വാട്ട് ദ ഹെൽ ജസ്റ്റ് ഹാപ്പൺ എന്ന് ചോദിക്കുന്നു ഒമർ അബ്ദുള്ള. എക്സ്പ്ലോഷൻസ്, വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നാണ് ശ്രീനഗറിന് സമീപത്തു നിന്നുള്ള വിവരങ്ങൾ. ശ്രീനഗറിന് സമീപത്ത് വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു. ഒമർ അബ്ദുള്ള 1 മണിക്കൂർ മുമ്പ് പ്രതീക്ഷ പ്രകടിപ്പിച്ചതാണ് ഇനി വിമാന സർവീസുകൾ പഴയതുപോലെ ആകാമല്ലോ, ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നല്ലോ എന്നൊക്കെ. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? വാട്ട് ദ ഹെൽ ജസ്റ്റ് ഹാപ്പൻ ടു ദ സീസ് ഫയർ, എക്സ്പ്ലോഷൻസ് ഹേർഡ് അക്രോസ് ശ്രീനഗർ എന്ന്. എല്ലാവരും ഒരു ആശ്വാസത്തിലായിരുന്നു. സീസ് ഫയർ ആയല്ലോ, വെടിനിർത്തലായല്ലോ, അതുകൊണ്ട് ഇനി സർവീസുകളൊക്കെ സാധാരണ രീതിയിൽ ആകുമെന്ന്. പക്ഷേ ആ ഘട്ടത്തിൽ നിന്നാണ് പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും പ്രകോപനപരമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അല്ലേ മനു? അതെ, സ്വാഭാവികമായും ഇതൊരു റോങ് ടാക്ടിക്സ് എന്ന തലത്തിൽ വേണം കാണാൻ. കാരണം ഒരു ഉന്നത തലത്തിൽ വെടിനിർത്തൽ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുക, ആഗോള സമൂഹത്തെ, ലോക രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അതിനുശേഷം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും പെട്ടെന്ന് വെടിനിർത്തലിന് സമ്മതിച്ചു. അവർ ഒന്നിച്ചു നീങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ കൂട്ടായി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്ന ഒരു സന്ദേശം നൽകുന്ന ഘട്ടത്തിലാണ് രാത്രിയുടെ മറവിലേക്ക് വീണ്ടും ഈ വെടിയുതിർക്കുന്നത്. അതും എല്ലായിടത്തും ഇത് സാധാരണ ജനജീവിതങ്ങൾക്കെതിരെയാണ് വെടിയുതിർക്കുന്നത്. അപ്പോൾ അവിടെ ശ്രീനഗറിൽ ഈ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീനഗർ കേന്ദ്രമാക്കി വലിയ തോതിൽ ആക്രമണം വരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പം ഇത് ആദ്യം തന്നെ പ്രതീക്ഷിച്ചിരുന്ന BSF അവിടെ ശക്തമായി തിരിച്ചടിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ നടത്തിയിരുന്നു. സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇത് ഒറ്റപ്പെട്ടൊരു കേന്ദ്രത്തിൽ നിന്നോ ഒന്നോ രണ്ടോ ഇടത്തു നിന്നല്ല, പക്ഷേ LOCക്ക് അപ്പുറത്ത് നിന്ന് പല കേന്ദ്രങ്ങളിൽ നിന്ന്, അഖ്നൂറിൽ നിന്ന്, രജൌറിയിൽ നിന്ന്, പൂഞ്ചിൽ നിന്ന്, മേധറ്റിൽ നിന്ന് എല്ലാം ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒപ്പം ശ്രീനഗറാണ് പ്രധാന കേന്ദ്രമായി അവർ ആക്രമിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമുയരുന്നു. ഡ്രോണുകൾ വരുന്നു എന്നത് കൃത്യമായ സൈനിക ഇടപെടലിൻ്റെ തന്നെ തെളിവാണ് എന്ന കാര്യം ഉറപ്പാണ്. ശരി, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശബ്ദങ്ങൾ, സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ, വെടിവെപ്പിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയാണ്. കുറച്ചു നേരം മുമ്പ് ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു, ഇനി വ്യോമപാതകൾ തുറക്കണം, വിമാന സർവീസുകൾ പഴയതുപോലെ ആക്കണം, ഹജ്ജ് ഫ്ലൈറ്റുകൾ ഉടൻ തന്നെ സർവീസ് തുടങ്ങണം എന്ന കാര്യം ഒമർ അബ്ദുള്ള പറഞ്ഞതാണ്, അദ്ദേഹം ട്വീറ്റ് ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഈ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. അത് കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സെക്ടറുകളിൽ ഇപ്പോൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇത്തരത്തിൽ പാകിസ്ഥാൻ പ്രകോപനപരമായി തന്നെ ഇന്ത്യക്കെതിരെ പ്രതികരിക്കുന്ന കാഴ്ച. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും രാജ്യം പെട്ടെന്ന് തന്നെ വീണ്ടും ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിക്കുകയാണ്. പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, അവിടെയും ഡ്രോൺ കണ്ടിരിക്കുന്നു. അപ്പോൾ പത്താൻകോട്ടിൽ ഡ്രോൺ, പഞ്ചാബിൽ ഡ്രോൺ വരുന്നു. അപ്പോൾ ശ്രീനഗറിൽ മാത്രമല്ല, ജമ്മുവിൽ മാത്രമല്ല, പഞ്ചാബിലും വരുന്നു. അങ്ങനെയെങ്കിൽ രാജസ്ഥാൻ അതിർത്തിയിലും അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും.
പത്താൻകോട്ടിൽ ഡ്രോൺ കണ്ടു എന്ന് പറയുന്നത് അതീവമായ ആശങ്ക ഉയർത്തുന്നതാണ്. കാരണം അപ്പോൾ എൻറ്റയർ അതിർത്തിയിൽ ആക്രമണം നടക്കുന്നു എന്നാണ് വിവരം. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല, ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് മാത്രം വരുന്നതല്ല, അതിർത്തിക്ക് LOCക്ക് അപ്പുറത്തുനിന്ന് മാത്രം വരുന്നതല്ല, മൊത്തം ഇന്റർനാഷണൽ ബോർഡറിലേക്ക് അതുപോലെ തന്നെ LOCയിലേക്കും. പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ട് ആണ്. കഴിഞ്ഞ 2 ദിവസവും പത്താൻകോട്ടിൽ സൈനിക താവളത്തിന് നേരെയുള്ള ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. അതിന്ന് വാർത്താ സമ്മേളനത്തിൽ വിദേശ മന്ത്രാലയവും അതുപോലെ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചതാണ്. ഇപ്പോൾ പത്താൻകോട്ടിൽ വീണ്ടും ബ്ലാക്ക് ഔട്ട് എന്നുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. അതീവ ജാഗ്രതയാണ് ഇപ്പോൾ ഉള്ളത്. പത്താൻകോട്ടിൽ ഡ്രോൺ കണ്ടു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ വീണ്ടും ഡ്രോൺ പറത്തിയിരിക്കുകയാണ് പത്താൻകോട്ടിലേക്കും. അങ്ങനെ കശ്മീർ, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ അതിർത്തിയിൽ ആക്രമണം ഉണ്ടായത്. പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നത് അതേ സ്ഥലങ്ങളിലേക്ക് തന്നെ. അതോടൊപ്പം തന്നെ ശ്രീനഗറിൽ നേരത്തെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. പത്താൻകോട്ടിന് പകരം ഫിറോസ്പൂരിലാണ് കഴിഞ്ഞിടെ വലിയ ആക്രമണം ഉണ്ടായത്. ഫിറോസ്പൂരിൽ അടിയന്തരമായ സന്ദേശം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിർത്തിയിലെ ജില്ലകളിൽ മുഴുവൻ അതീവ ജാഗ്രത, ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിക്കുന്നു. ആളുകൾ പുറത്തിറക്കരുത്, കൂട്ടം കൂടി നിൽക്കരുത്, വാഹനങ്ങൾ ഉപയോഗിക്കരുത്, അനാവശ്യമായി ലൈറ്റ് ഉപയോഗിക്കരുത് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ. ആളുകൾ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. പത്താൻകോട്ടിൽ, അതുപോലെ ഫിറോസ്പൂരിൽ, ഒപ്പം ശ്രീനഗറിൽ ഈ 3 കേന്ദ്രങ്ങളിൽ ആളുകൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പഞ്ചാബിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഫയറിംഗ് ഉണ്ട്. സ്വാഭാവികമായും കശ്മീരിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഫയറിംഗ് ഉണ്ട്. അപ്പോൾ ആ മേഖലയിൽ ആളുകൾ വളരെയധികം ജാഗ്രത പുലർത്തണം എന്ന് വ്യക്തമാക്കുന്നു. ലൈറ്റുകൾ ഓഫ് ചെയ്യണം. അത് ഈ എതിരാളികളുടെ ആക്രമണത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, വാഹനങ്ങളെടുത്ത് പുറത്തേക്കിറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ നിർത്തുക എന്ന സന്ദേശമാണ് ലഭിക്കുന്നത്. നേരത്തെ ഇത് ബ്ലാക്ക് ഔട്ട് എല്ലാം ഒഴിവായി റെസ്ട്രിക്ഷൻസ് പിൻവലിച്ചു എന്ന് വിചാരിച്ചിരുന്ന ഘട്ടത്തിലാണ് കടകൾ തുറക്കുകയും ആളുകൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനായി കാലെടുത്ത് വയ്ക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഒരു വഞ്ചനാപരമായ ഒരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീനഗറിൽ അതീവ ശക്തമായ ശബ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത്. ബ്ലാക്ക് ഔട്ട് ഒക്കെ പിൻവലിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ പോലെ ഇതേ സമയത്ത് തന്നെയാണ് ഇന്നലെയും മിനിയാന്നും 3 രാത്രികൾ തുടർച്ചയായിട്ട് ഇതേ സമയത്ത് തന്നെയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായത്, ആർട്ടിലറി ഷെല്ലിംഗ് ഉണ്ടായത്. അതേ രീതിയിൽ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ പ്രകോപനപരമായി കാര്യങ്ങൾ ചെയ്യുകയാണോ എന്നുള്ളതാണ്. ഡ്രോൺ കണ്ടു എന്നതാണ് പല ഭാഗങ്ങളിലും കാശ്മീരിന്റെ എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനിടെയാണ് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പലയിടങ്ങളിലും വെടിവെപ്പ് നടക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത്, വെടിനിർത്തലിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അദ്ദേഹം ചോദിക്കുന്നത്. പാകിസ്ഥാൻ വെടിനിർത്തൽ വേണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 5 മണിക്ക് പ്രഖ്യാപിച്ച വെടിനിർത്തലാണ് ഇപ്പോൾ 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ ലംഘിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഡ്രോണുകൾ പറക്കുന്നതും കാണാം. ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങുകയാണ് ആ പ്രദേശങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ബ്ലാക്ക് ഔട്ടാണ്, അതീവ ജാഗ്രതയാണ്. BSFനോട് തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. BSF തിരിച്ചടിക്കുന്നുണ്ട്. അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. അതിന്റെ ദൃശ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ ലംഘിക്കുകയാണ് പാകിസ്ഥാൻ. നേരത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റില്ല, പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ ലംഘിക്കും എന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നത്.